ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലേണേഴ്സ് കോർണർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 4ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 4ാമത്തെ യൂണിറ്റ് ആണ്. ദ ലോസ്റ്റ് ചൈൽഡ് എന്നാണ് യൂണിറ്റിൻ്റെ പേര്. ലോസ്റ്റ് എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ട എന്നുള്ളതാണ് മീനിങ്. ചൈൽഡ് എന്ന് പറഞ്ഞാൽ കുട്ടി. അപ്പോൾ ദ ലോസ്റ്റ് ചൈൽഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നഷ്ടപ്പെട്ട കുട്ടി, അല്ലെങ്കിൽ എന്താണ്, വഴി അറിയാതെ പെട്ടുപോയ കുട്ടി എന്നൊക്കെ ഉള്ളതാണ് ഈ ഒരു സ്റ്റോറിയുടെ ഈ ഒരു ടൈറ്റിൽ കൊണ്ട് അർത്ഥമാക്കുന്നത്. പേജ് നമ്പർ 98 നോക്കാം. ദ സമ്മർ ഫെയർ എന്നാണ് ഈ ഒരു സെക്ഷൻ്റെ പേര്. ഫെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിപണനമേള എന്നുള്ളതാണ്. അതായത് ഈ കാർണിവൽ എക്സിബിഷൻ ഒക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു സംഭവമാണ് ഫെയർ എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്ക് ആ ഒരു പിക്ചറിൽ കാണാം, അവിടെ എന്താണ് യന്ത്ര ഊഞ്ഞാലുകൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടാവും. പിന്നെ എന്താണ്, ഒരുപാട് കച്ചവടക്കാരുണ്ടാവും. ഈ എന്താണ് ടോയ്സും അതേപോലെ ഒരുപാട് ആക്സസറീസും പിന്നെ എന്താണ് ബലൂൺസ്, അങ്ങനെ കുട്ടികളെ ആകർഷിക്കുന്ന ഒരുപാട് ഐറ്റംസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ ആ ഒരു പിക്ചറിൽ കാണാൻ കഴിയുന്നുണ്ട് അല്ലേ. ഇറ്റ് വാസ് എ സമ്മർ ഫെയർ. അപ്പോൾ ഇതൊരു സമ്മർ ഫെയർ ആണ്. ഓക്കെ, അപ്പോൾ സമ്മറിൽ നടക്കുന്ന ഒരു വിപണന മേളയാണ്. ഈ സാധാരണ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തുക സമ്മറിലാണ് അല്ലേ. പീപ്പിൾ വാക്ക്ഡ് ടു ദ ഫെയർ ഗ്രൗണ്ട് ത്രൂ ദ നാരോ ലൈൻ. അപ്പോൾ ആൾക്കാർ ഈ ഒരു ഫെയർ ഗ്രൗണ്ടിലേക്ക്, ആ ഒരു വിപണനമേള നടക്കുന്ന സ്ഥലത്തേക്ക് എങ്ങനെയാണ് നടന്നു പോയിട്ടുള്ളത്? നാരോ ലൈനിലൂടെയാണ്. നാരോ ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നാരോ എന്ന് പറഞ്ഞാൽ ഇടുങ്ങിയ, ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വഴി. അപ്പോൾ ഒരു ഇടുങ്ങിയ വഴിയിലൂടെയാണ് ആൾക്കാരൊക്കെ ഈ ഒരു ഫെയർ ഗ്രൗണ്ടിലേക്ക്, വിപണനമേള നടക്കുന്ന സ്ഥലത്തേക്ക് നടന്ന് എത്തിയിട്ടുള്ളത്. Some of them walked and some rode on horses. അപ്പോൾ ചില ആൾക്കാർ, കുറച്ച് ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്? വാക്ഡ്, നടന്നു പോയിട്ടുണ്ട്. പിന്നെയോ സം റോഡ് ഓൺ ഹോഴ്സസ്, ചില ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്? ഹോഴ്സസിൻ്റെ പുറത്ത്, അതായത് കുതിരപ്പുറത്താണ് ഈ ഒരു ഫെയർ ഗ്രൗണ്ടിലേക്ക് പോയിട്ടുള്ളത്. സം അതേഴ്സ് കെയിം ഓൺ ബുള്ളോക്ക് കാർട്സ്, ചില ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്? ബുള്ളോക്ക് കാർട്സ്, അതായത് കാളവണ്ടിയിലാണ് ഈ ഒരു ഫെയർ ഗ്രൗണ്ടിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പം എന്താണ്, ചില ആൾക്കാർ നടന്നു വരുന്നു, ചില ആൾക്കാർ എന്താണ് ഹോഴ്സസിൻ്റെ കുതിരപ്പുറത്ത് വരുന്നു, ചില ആൾക്കാർ ബുള്ളോക്ക് കാർട്സിൽ, അതായത് കാളവണ്ടിയിലാണ് ഈ ഒരു ഫെയർ ഗ്രൗണ്ടിലേക്ക് വന്നിട്ടുള്ളത് എന്നാണ് പറയുന്നത്. A little boy ran around his father. അപ്പോൾ ഇവിടെ നമ്മളുടെ സെൻട്രൽ ക്യാരക്ടർ, പ്രധാന കഥാപാത്രം വന്നു. ആരാണ്? ആ ലിറ്റിൽ ബോയ്, ഒരു ലിറ്റിൽ ബോയ് ആണ്. അവൻ എന്താണ് ചെയ്യുന്നത്? റാൻ അറൗണ്ട് ഹിസ് ഫാദർ, അവൻ്റെ അച്ഛൻ്റെ ചുറ്റിലും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഫാദർ എന്ന് പറഞ്ഞാൽ അച്ഛൻ അല്ലേ. റാൻ അറൗണ്ട്, അറൗണ്ട് മീൻസ് ചുറ്റിലും. അപ്പം എന്താണ്, അച്ഛൻ്റെ ചുറ്റിലും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഹി വാസ് ഫാസിനേറ്റഡ് ബൈ ടോയ്സ് ആൻഡ് സ്റ്റോപ്ഡ് ടു ഹാവ് എ ക്ലോസ് ലുക്ക് അറ്റ് ദം. അപ്പോൾ അവൻ ഫാസിനേറ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ആകർഷിക്കപ്പെട്ടു എന്നുള്ളതാണ്. അട്രാക്റ്റഡ്, എന്താണ്, ബൈ ടോയ്സ്. അവൻ എന്താണ്, ഈ അവിടെ ഒരുപാട് ടോയ്സ് ഒക്കെ ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ടാവല്ലോ, അപ്പോൾ അതിൽ അവൻ ഭയങ്കരമായിട്ട് ആകർഷിക്കപ്പെട്ടിട്ടുണ്ട്. അവൻ ആ ടോയ്സ് ഒക്കെ വളരെ ഇഷ്ടമായിട്ടുണ്ട്. ആൻഡ് സ്റ്റോപ്ഡ് ടു ഹാവ് എ ക്ലോസ് ലുക്ക് അറ്റ് ദം. അപ്പോൾ അവനിങ്ങനെ നിന്നിട്ട് ആ ഒരു ടോയ്സിനൊക്കെ ഇങ്ങനെ അടുത്ത് പോയി നല്ല എന്താണ് സൂക്ഷ്മമായിട്ട് ഇങ്ങനെ നിരീക്ഷിക്കുകയാണ്, ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. കം ചൈൽഡ് കം കോൾ ഹിസ് ഫാദർ. അപ്പോൾ അച്ഛൻ ഇവനിങ്ങനെ ഈ ഒരു ടോയ്സ് നോക്കി നിൽക്കുന്ന സമയത്ത് ഇവനെ വിളിക്കുകയാണ്. കം ചൈൽഡ് കം, മോനെ വാ എന്ന് അച്ഛൻ വിളിക്കുകയാണ്. കോൾഡ് ഹിസ് ഫാദർ, അച്ഛൻ വിളിച്ചു. ഹി ഹറീഡ് ടു ഹിസ് പാരൻസ്. അപ്പം അവൻ എന്ത് ചെയ്യും? ഓടി അവൻ്റെ പാരൻസിൻ്റെ അടുത്തേക്ക് വേഗം ചെല്ലും. ഐ വാണ്ട് ദാറ്റ് ടോയ് ഹി പ്ലീഡഡ്. അപ്പം ഇവൻ എന്ത് ചെയ്യാണ്? എനിക്ക് ആ ഒരു ടോയ്, ആ ഒരു കളിപ്പാട്ടം വേണം എന്ന് അച്ഛനോട് ഇങ്ങനെ എന്താണ് യാചിക്കുന്ന പോലെ ഇങ്ങനെ പറയാണ്. ഹിസ് ഫാദർ ലുക്ക്ഡ് അറ്റ് ഹിം റെഡ് ഐഡ്. അപ്പോൾ ഇവൻ്റെ അച്ഛൻ ഇവനെങ്ങനെ നോക്കി. ലുക്ക്ഡ് അറ്റ് ഹിം, അവനെങ്ങനെ നോക്കി. എങ്ങനെയാണ് നോക്കിയത്? റെഡ് ഐഡ്, ചുവന്ന കണ്ണുകളോട് കൂടിയാണ് ഇവനെ നോക്കുന്നത്. അത് ഉദ്ദേശിക്കുന്നത് എന്താണ്? അച്ഛന് നല്ല ദേഷ്യം വന്നിട്ടുണ്ട് അല്ലേ, ഇവനിങ്ങനെ ടോയ്സ് ഇങ്ങനെ അത് വേണം ഇത് വേണം എന്ന് പറയുന്ന സമയത്ത്. അപ്പം അതാണ് ഉദ്ദേശിക്കുന്നത്. അവൻ്റെ അച്ഛൻ്റെ കണ്ണുകൾ ഇങ്ങനെ ചുവന്നിട്ടുണ്ട്, ദേഷ്യം വന്നിട്ട്. എന്നിട്ടാണ് അവനെ നോക്കുന്നത്, ദേഷ്യം വന്നിട്ട്. The boy walked away sadly with his parents. അപ്പോൾ ഈ ഒരു കുട്ടി എന്ത് ചെയ്യാണ്? അങ്ങനെ നടന്നു പോവാണ്. സാഡ്ലി വിത്ത് ഹിസ് പാരൻസ് എന്നാണ് പറഞ്ഞത്. ദുഃഖത്തോടു കൂടി ഒരു ടോയ് അവന് വാങ്ങിക്കൊടുത്തില്ലല്ലോ, ആ ഒരു വിഷമത്തിൽ അവൻ അവൻ്റെ പാരൻസിൻ്റെ കൂടെ അങ്ങ് നടന്നു പോയി. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സെക്ഷൻ നോക്കാം. സ്വീറ്റ് സെല്ലർ എന്നാണ് ഈ ഒരു സെക്ഷൻ്റെ പേര്. സ്വീറ്റ് എന്ന് പറഞ്ഞാൽ മധുരം, സെല്ലർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിൽക്കുന്ന ആൾ. അപ്പോൾ മധുരം വിൽക്കുന്ന ആളെന്നാണ് ഈ ഒരു സെക്ഷൻ
അർത്ഥമാക്കുന്നത്. ഗുലാബ് ജാമുൻ, രസഗുള, ബർഫി, ജിലേബി, ലഡു. അപ്പോൾ ഇതൊക്കെ എന്താണ്? മധുര പലഹാരങ്ങളുടെ പേരുകളാണ്. നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ളതല്ലേ? ഗുലാബ് ജാമുൻ അറിയാം, രസഗുള, ബർഫി, ജിലേബി, ലഡു, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന, നമ്മൾ കഴിച്ചിട്ടുള്ള മധുര പലഹാരങ്ങൾ തന്നെയാണല്ലേ? അപ്പോൾ എന്താണ്? യെൽഡ് ആ ഹോക്കർ അറ്റ് ദ എൻട്രൻസ്. അപ്പോൾ യെൽഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറക്കെ വിളിച്ച് പറയുക എന്നുള്ളതാണ്. ഹോക്കർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടന്ന് സാധനങ്ങൾ വിൽക്കുന്ന ആളെയാണ് നമ്മൾ ഹോക്കർ എന്ന് പറയുക. ഇങ്ങനെയുള്ള ഈ പിന്നെ കാർണിവലിലൊക്കെ നമ്മൾ അധികവും കാണുക, ഇങ്ങനെ നടന്നുകൊണ്ട് ഓരോ സാധനങ്ങൾ വിൽക്കുന്ന ആൾക്കാരെയാണ് അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ആളെയാണ് ഹോക്കർ എന്ന് പറയുക. അപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇദ്ദേഹം ഇങ്ങനെ ഉറക്കെ വിളിച്ച് പറയുകയാണ്. എന്താണ്? അറ്റ് ദ എൻട്രൻസ്. എവിടെ നിന്നിട്ടാണ്? എൻട്രൻസിൽ, അതായത് നമ്മളുടെ ആ ഒരു പ്രവേശന കവാടം, അത് ഈ ഒരു കാർണിവൽ ഫെയറിലേക്ക് പ്രവേശിക്കുന്ന ആ ഒരു സ്ഥലമുണ്ടല്ലോ, ആ ഒരു കവാടത്തിൻ്റെ അവിടെ നിന്നിട്ട് തന്നെയാണ് ഇദ്ദേഹം ഇതിങ്ങനെ വിളിച്ചു പറയുന്നത്, ഈ സ്വീറ്റ്സിൻ്റെ പേര്. ഹി കോൾഡ് ഔട്ട് അറ്റ് ദ പാസേഴ്സ് ബൈ. അപ്പം ഇങ്ങനെ പാസേഴ്സ് ബൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നടന്നു പോകുന്ന ആൾക്കാരുണ്ടല്ലോ ഈ ഒരു ഫെയറിലേക്ക്, അപ്പോൾ ഇവരോടാണ് ഇങ്ങനെ പറയുന്നത്. മെനി കളേർഡ് സ്വീറ്റ്സ് ഡെക്കറേറ്റഡ് വിത്ത് ലീവ്സ് ഓഫ് സിൽവർ ആൻഡ് ഗോൾഡ് വർ സീൻ. അപ്പം ഒരുപാട് കളേർഡ് സ്വീറ്റ്സ് ഉണ്ട്, വ്യത്യസ്തമായ കളറിലുള്ള ഒരുപാട് സ്വീറ്റ്സ് ഉണ്ട്. അതൊക്കെ എങ്ങനെയാണ് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്? ഡെക്കറേറ്റഡ് വിത്ത് ലീവ്സ് ഓഫ് സിൽവർ ആൻഡ് ഗോൾഡ് വർ സീൻ. അപ്പം സിൽവർ കളറിലും അതുപോലെ ഗോൾഡൻ കളറിലുള്ള ലീവ്സ് വെച്ചിട്ട് ഈ സ്വീറ്റ്സ് ഒക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദ ചൈൽഡ് സ്റ്റേർഡ് ഓപ്പൺ ഐഡ് എന്ന് പറഞ്ഞാൽ കണ്ണ് തുറന്ന്, സ്റ്റേർഡ് എന്ന് പറഞ്ഞാൽ തുറിച്ച് നോക്കുക. അപ്പോൾ ഈ ഒരു കുട്ടി എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു മധുരപലഹാരങ്ങളിലേക്ക് കണ്ണ് തുറന്ന് അങ്ങനെ തുറിച്ച് നോക്കി നിൽക്കുകയാണ്. ആൻഡ് ഹസ് മൗത്ത് വാട്ടേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വായിൽ വെള്ളം വരില്ലേ നമുക്ക് കൊതി കൊണ്ട്, അതിനെയാണ് മൗത്ത് വാട്ടേർഡ് എന്ന് പറയുക. അപ്പോൾ അവൻ്റെ വായിൽ ഇങ്ങനെ വെള്ളം വന്നു. ലഡു വാസ് ഹസ് ഫേവറേറ്റ് സ്വീറ്റ്. അവൻ്റെ ഫേവറേറ്റ് സ്വീറ്റ് എന്താണ്? ലഡു ആണ്. ഐ വോണ്ട് ദാറ്റ് ലഡു. എനിക്ക് ആ ലഡു വേണം. ഹി murmured എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിറുപിറുത്തു എന്നുള്ളതാണ്. അവന് ഇങ്ങനെ വേണമെന്ന് അച്ഛനോടും അമ്മയോടും പറയില്ല, അവൻ തനിയെ ഇങ്ങനെ പിറുപിറുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഹി ന്യൂ ദാറ്റ് ഹിസ് പാരൻസ് വുഡ് സേ ഹി വാസ് ഗ്രീഡി. അപ്പം അവനറിയാം എന്ത്? ഹിസ് പാരൻസ് വുഡ് സേ, അവൻ്റെ പാരൻസ് പറയും ഹി വാസ് ഗ്രീഡി, അവൻ എന്താണ്? ആർത്തിയുള്ളവനാണ്, അവന് ഭയങ്കര ആർത്തിയാണ്. ഗ്രീഡി എന്ന് പറഞ്ഞാൽ ആർത്തിയുള്ളവനാണെന്ന് പറയും എന്ന് അവനറിയാം. വിതൗട്ട് വെയിറ്റിംഗ് ഫോർ എൻ ആൻസർ ഹി മൂവ്ഡ് ഓൺ. അപ്പം ആ ഒരു പിന്നെ എന്താണ്? ലഡു വേണം എന്നുള്ള അവൻ്റെ ആ ഒരു ആവശ്യത്തിന് ഉത്തരം കിട്ടാൻ അവൻ വെയിറ്റ് ചെയ്ത് നിന്നില്ല. അതിന് മുന്നേ എന്ത് ചെയ്തു അവൻ? ഹി മൂവ്ഡ് ഓൺ. അവന് ആ പേരൻസിൻ്റെ കൂടെ മുന്നോട്ട് നടന്നു. കാരണം എന്താണ്? അവൻ ആ ഒരു ലഡു കിട്ടുന്നുള്ള പ്രതീക്ഷയില്ല, അച്ഛനമ്മയും വാങ്ങിക്കൊടുക്കുന്നുള്ള ഒരു പ്രതീക്ഷ ഇല്ലാത്തത് കൊണ്ട് അവൻ അതിൻ്റെ ഒരു ആൻസറിന് കാത്തു നിന്നില്ല, വാങ്ങിത്തരുമോ ഇല്ലയോ എന്നുള്ളതിന്. അപ്പോൾ അവൻ എന്ത് ചെയ്തു? അവൻ്റെ പേരൻസിൻ്റെ കൂടെ അങ്ങനെ മുന്നോട്ട് നടന്നു. നെക്സ്റ്റ് സെക്ഷൻ കളേഴ്സ് ഫാർ അവേ എന്നുള്ളതാണ്. കളേഴ്സ് മീൻസ് എന്താണ്? വർണ്ണങ്ങൾ അല്ലേ? ഫാർ അവേ, ദൂരെ എന്നുള്ളതാണ് മീനിങ്. A garland of jasmine, a flower seller shouted. Garland എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാല എന്നുള്ളതാണ്, പൂമാല. ഓഫ് ജാസ്മിൻ ആണ്. ജാസ്മിൻ എന്താണ്? മുല്ലപ്പൂ അല്ലേ? അപ്പം മുല്ലപ്പൂവിൻ്റെ മാല എന്ന് ആര് വിളിച്ചു പറയാണ്? A flower seller shouted. ഒരു പൂ വിൽക്കുന്ന ആളെങ്ങനെ? ഷൗട്ടഡ് മീൻസ് ഇവിടെ ഉറക്കെ വിളിച്ച് പറയുന്നതിനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഉറക്കെ വിളിച്ച് പറയുന്നുണ്ട് എന്ത്? A garland of jasmine, മുല്ലപ്പൂമാല എന്നിങ്ങനെ വിളിച്ച് പറയുന്നുണ്ട്. I want that garland, the child murmured. അപ്പോൾ ആ ഒരു ചൈൽഡ് വീണ്ടും പറയാണ് I want that garland. എനിക്ക് ആ പൂമാല വേണം. The child murmured. ആ ചൈൽഡ് എന്ത് ചെയ്യാണ്? പിറുപിറുക്കാണ്. ബട്ട് വിതൗട്ട് വെയിറ്റിംഗ് ഫോർ എൻ ആൻസർ ഹി മൂവ്ഡ് ഓൺ. പക്ഷേ അവനൊരു ഉത്തരത്തിന് വേണ്ടി കാത്തു നിന്നില്ല. അവൻ എന്ത് ചെയ്യാണ്? ഹി മൂവ്ഡ് ഓൺ. അവൻ്റെ പാരൻസിൻ്റെ കൂടെ മുന്നോട്ട് നടക്കുകയാണ്. A man stood holding a pole with yellow, green, red and purple balloons. അപ്പോൾ എന്താ സംഭവിച്ചത്? ഒരു മാൻ എന്ത് ചെയ്യാണ്? സ്റ്റുഡ്, ഇങ്ങനെ നിൽക്കുകയാണ്. ഹോൾഡിങ് എ പോൾ, ആ ഒരു പിക്ചറിൽ നമുക്ക് കാണാം അല്ലേ? ഒരാൾ ഇങ്ങനെ ഒരു വടി ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നുണ്ട്. ഇവിടെ പോൾ എന്ന് ഉദ്ദേശിക്കുന്നത് വടിയാണ്. ആ ഒരു നീണ്ട വടി ഉണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള. അപ്പോൾ അതിങ്ങനെ ഹോൾഡ് ചെയ്തിട്ട് അതിങ്ങനെ പിടിച്ച് നിൽക്കുന്നുണ്ട് ഒരാൾ. വിത്ത് യെല്ലോ, ഗ്രീൻ, റെഡ് ആൻഡ് പേർപ്പിൾ ബലൂൺസ്. അപ്പം മഞ്ഞ കളർ, യെല്ലോ കളറിലും, ഗ്രീൻ എന്ന് പറഞ്ഞാൽ പച്ച, റെഡ് എന്ന് പറഞ്ഞാൽ ചുവപ്പ്, പേർപ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു മുന്തിരിയുടെ ഒക്കെ ഒരു കളർ, ആ ഒരു പേർപ്പിൾ കളറും ഒക്കെയുള്ള ബലൂൺസ് ആ വടിയുടെ മുകളിലായിട്ട് നമുക്ക് കാണാം അല്ലെ? ഇങ്ങനെ കെട്ടി വെച്ചിട്ടുള്ളത്.
അപ്പോൾ ആ ഒരാളിങ്ങനെ ഈ ഒരു ബലൂണിൻ്റെ ബലൂണ് നിറച്ച് കെട്ടി വെച്ചിട്ടുള്ള ആ ഒരു വടിയും കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ദ ചൈൽഡ് സ്റ്റുഡ് ദെയർ വാച്ചിങ് ദ ബലൂൺസ്. അപ്പോൾ ആ കുട്ടി എന്ത് ചെയ്തു, അവിടെ നിന്നിട്ട് ഈ ഒരു ബലൂൺസ് ഒക്കെ ഇങ്ങനെ വാച്ച് ചെയ്യാണ്, ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഹി വിഷ്ഡ് ടു ഹാവ് ദം ഓൾ. അവനെന്താണ്, ആ എല്ലാ ബലൂണും അവന് വേണം എന്നുള്ളത് അവൻ ആഗ്രഹിക്കുകയാണ്. ആ എല്ലാ ബലൂണും അവന് കിട്ടിയാൽ കൊള്ളായിരുന്നു എന്ന് അവൻ ആഗ്രഹിക്കുകയാണ്. ബട്ട് ഹി ന്യൂ that his parents would never buy him the balloons. പക്ഷെ അവനറിയാം എന്ത്, അവനറിയാം that his parents would never buy him the balloons. അവനൊരിക്കലും അവൻ്റെ പാരൻസ് ആ ബലൂൺസ് വാങ്ങിച്ചു കൊടുക്കില്ല എന്നുള്ളത് അവനറിയാം. They would say he was too old to play with such things. അപ്പോൾ അവരെന്ത് പറയും, they would say, അവർ പറയും he was too old, അവന് എന്താണ്, വലുതായിട്ടുണ്ട്, to play with such things, അങ്ങനെയുള്ള എന്താണ് ബലൂണൊന്നും വെച്ച് കളിക്കാനുള്ള പ്രായമല്ല അവനായിട്ടുള്ളത്, അവൻ വലിയ കുട്ടിയായിട്ടുണ്ട്. അങ്ങനെ പല ഒഴിവുകഴിവുകളും അച്ഛനമ്മമാർ ഇവൻ്റെ പാരൻസ് പറയും എന്നവൻ തന്നെ ചിന്തിക്കുകയാണ്. സോ ഹി വോക്ക്ഡ് ഓൺ. അപ്പോൾ അവൻ എന്ത് ചെയ്തു, ഒരു ബലൂണും കിട്ടില്ല എന്നുള്ള ഇത് മനസ്സിലാക്കിക്കൊണ്ട് അവൻ മുന്നോട്ട് നടക്കുകയാണ്. ക്രൈസ് അൺഹേർഡ് എന്നുള്ളതാണ് നെക്സ്റ്റ് സെക്ഷൻ്റെ പേര്. ക്രൈസ് അൺഹേർഡ് എന്ന് പറഞ്ഞാൽ കേൾക്കാത്ത കരച്ചിൽ, അൺഹേർഡ് എന്ന് പറഞ്ഞാൽ കേൾക്കാത്ത കരച്ചിൽ എന്നുള്ളതാണ് മീനിങ്. സഡൻലി ഹി ഹേർഡ് എ ക്രീക്കിംഗ് സൗണ്ട് നിയർ ബൈ. സഡൻലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന്. ഹി ഹേർഡ് അവൻ കേട്ടു. എ ക്രീക്കിംഗ് സൗണ്ട് നിയർ ബൈ. ക്രീക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്രീക്കിംഗ് എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു ശബ്ദം കിട്ടുന്നില്ലേ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ക്രീക്കിംഗ് സൗണ്ട് നിയർ ബൈ. ക്രീക്കിംഗ് എന്നുള്ള ആ ഒരു ശബ്ദം, ആ ശബ്ദം എവിടെ കേട്ടു, നിയർ ബൈ, അരികെ, അവൻ നിൽക്കുന്നതിൻ്റെ ആ ഒരു സമീപത്തായിട്ട് കേൾക്കാണ്. ചിൽഡ്രൻ were roaring with laughter. റോറിങ് മീൻസ് എന്താണ്, ഗർജിക്കുക. വിത്ത് ലാഫ്റ്റർ, അവർ ഭയങ്കര ആഹ്ലാദത്തോടു കൂടി ചിരിക്കുകയാണ്. ആര്, കുട്ടികൾ, ചിൽഡ്രൻസ്. ഹി റാൻ ടു ദാറ്റ് പ്ലേസ്. അവനപ്പോൾ ഈ കുട്ടികൾ ചിരിക്കുന്ന ആ ശബ്ദം കേട്ടിട്ട് അങ്ങോട്ട് എന്ത് ചെയ്യാണ്, ഓടിച്ചെന്നു. മെൻ, വിമൻ ആൻഡ് ചിൽഡ്രൻ were riding on a giant wheel in a whirling motion. അപ്പം അവിടെ എന്താണ്, പുരുഷന്മാരും വിമൻ സ്ത്രീകളും അതുപോലെ ആൻഡ് ചിൽഡ്രൻ കുട്ടികളും were riding on a giant wheel. അവരൊക്കെ എന്താണ്, ജൈൻറ്റ് വീലിൽ ഇങ്ങനെ റൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജൈൻറ്റ് വീൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യന്ത്ര ഊഞ്ഞാൽ എന്നാണ് ഞങ്ങളിവിടെ പറയുക. അപ്പം ഓരോ നാട്ടിലേക്ക് വ്യത്യസ്തമായിരിക്കും ഈ ഒരു ജൈൻറ്റ് വീലിൻ്റെ പേര്. അപ്പോൾ അത് നിങ്ങളുടെ നാട്ടിൽ എന്താണ് എന്നുള്ളതും കൂടെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ ഒരു ജൈൻറ്റ് വീലിൽ എന്താണ്, കുട്ടികളും സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഇങ്ങനെ റൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇൻ എ whirling മോഷൻ, അതായത് ഇങ്ങനെ കറങ്ങുന്നതിനെയാണ് പറയുക. മോഷൻ എന്ന് പറഞ്ഞാൽ ചലനം. അപ്പം ഇവിടെ ഇങ്ങനെ ആ ഒരു ജൈൻറ്റ് വീലിൽ ഇങ്ങനെ റൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഐ വോണ്ട് ടു ഗോ ഓൺ ദ ജൈൻറ്റ് വീൽ. എനിക്ക് ആ ഒരു ജൈൻറ്റ് വീലിൽ പോകണം, എനിക്കതിൽ കയറി ഇങ്ങനെ റൈഡ് ചെയ്യണം എന്ന് പാരൻസിനോട് പറയാണ്. പ്ലീസ് ഫാദർ, മദർ, പ്ലീസ് അച്ഛ, അമ്മേ, എനിക്ക് അതിൽ കയറണം എന്ന് പറയാണ്. ദ ചൈൽഡ് പ്ലീഡഡ് ഏർണസ്റ്റ്ലി. ഏർണസ്റ്റ്ലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താണ്, വളരെ കാര്യമായിട്ടാണ് അവൻ പറയുന്നത് അവൻ്റെ അച്ഛനോടും അമ്മനോടും. There was no reply. പക്ഷേ മറുപടി ഒന്നും വന്നില്ല. He turned to look at his parents. അവൻ എന്താണ്, തിരിഞ്ഞിട്ട് അവൻ്റെ പാരൻസിനെ നോക്കി. They were not there. പക്ഷെ എന്താണ്, പാരൻസ് അവിടെ ഉണ്ടായിരുന്നില്ല. അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ അവൻ്റെ അച്ഛനും അമ്മയും അവിടെ ഇല്ല. ഹി ലുക്ക്ഡ് അറ്റ് ബോത്ത് സൈഡ്. അവൻ ഇരുവശങ്ങളും നോക്കി, രണ്ടു വശത്തേക്കും ഇങ്ങനെ അവൻ്റെ അച്ഛനും അമ്മയും അവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കി. ഹി കുഡ് നോട്ട് ഫൈൻഡ് ദം ദെയർ. പക്ഷെ അവൻ എന്താണ്, അവിടെയൊന്നും അവൻ്റെ അച്ഛനെയും അമ്മേനെയും കാണാൻ സാധിച്ചില്ല. ഹി ലുക്ക്ഡ് അറൗണ്ട്. അവൻ ചുറ്റും നോക്കി. ദർ വാസ് നോ സൈൻ ഓഫ് ദം. അവർ അവിടെ ഉണ്ട് എന്നുള്ളതിനൊരു സൂചന പോലും, സൈൻ എന്ന് പറഞ്ഞാൽ സൂചന, ഒരു സൂചന പോലും അവന് കിട്ടിയില്ല, അവരെ കണ്ടില്ല എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് സെക്ഷൻ സോബ് എന്നുള്ളതാണ്. സോബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തേങ്ങിക്കരയുക, അങ്ങനെ ഉറക്കെ അലമുറയിട്ട് കരയുന്നതിനല്ല, തേങ്ങി കരയുക സങ്കടം കൊണ്ട്, അതിനെയാണ് സോബ് എന്ന് പറയുക. ഫാദർ, മദർ, ഹി കോൾഡ് അലൗഡ്. അമ്മേ, അച്ഛ, അങ്ങനെ അവൻ എന്താണ്, ഉറക്കെ വിളിക്കുകയാണ്. ഹി കോൾഡ് അലൗഡ്. ഹി ബിഗാൻ ടു ക്രൈ ഇൻ റിയൽ ഫിയർ. അപ്പം ബിഗാൻ എന്ന് പറഞ്ഞാൽ ആരംഭിച്ചു, തുടങ്ങി. ടു ക്രൈ, അവൻ കരയാൻ തുടങ്ങി. ഇൻ റിയൽ ഫിയർ. ഫിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയം, പേടി. റിയൽ എന്ന് പറഞ്ഞാൽ ശരിക്കും, അതായത് ശരിക്കുള്ള ഒരു ഭയം കൊണ്ട് അവൻ എന്ത് ചെയ്യാണ്, കരയാൻ തുടങ്ങി. ടിയേഴ്സ് റോൾ ഡൗൺ ഫ്രം ഹിസ് ഐസ്. ടിയേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കരച്ചിൽ, കണ്ണുനീര്. റോൾ ഡൗൺ മീൻസ് എന്താണ്, ഇങ്ങനെ ഉരുണ്ടിറങ്ങാൻ തുടങ്ങി. ഫ്രം ഹിസ് ഐസ്, അവൻ്റെ കണ്ണുകളിൽ നിന്ന്. ഹി റാൻ ഹിദർ ആൻഡ്
തിദർ. ഹിതർ ആൻഡ് തിദർ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവൻ എന്ത് ചെയ്യാണ്, ഓടാൻ തുടങ്ങി. ഇൻ ഓൾ ഡയറക്ഷൻസ്, എല്ലാ വശങ്ങളിലേക്കും അവനിങ്ങനെ ഓടുകയാണ്. ഹി ഡിഡ്ന്റ് നോ വെയർ ടു ഗോ, അവൻ അറിയില്ല എങ്ങോട്ടാണ് പോകേണ്ടതെന്ന്. മദർ, ഫാദർ, ഹി ക്രൈഡ്, അമ്മേ, അച്ഛ എന്ന് വിളിച്ച് അവൻ എന്ത് ചെയ്യാണ്, കരയാണ്. ഹി റാൻ ത്രൂ ദ ക്രൗഡ് കോളിംഗ് ഔട്ട് ഫാദർ, മദർ. ഇവൻ എന്ത് ചെയ്യാണ്, ഹി റാൻ ത്രൂ ദ ക്രൗഡ്. ക്രൗഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു ജനക്കൂട്ടം. അപ്പോൾ ഈ ജനങ്ങളുടെ ഇടയിലൂടെ ആ ഒരു ക്രൗഡിൻ്റെ ഉള്ളിൽ കൂടെ ഇവനിങ്ങനെ ഓടുകയാണ്. കോളിംഗ് ഔട്ട് ഫാദർ, മദർ, അമ്മേ, അച്ഛ എന്ന് പറഞ്ഞ് ഉറക്കെ കരഞ്ഞുകൊണ്ട് ഇവനിങ്ങനെ ആ ആൾത്തിരക്കിലൂടെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അവൻ്റെ അമ്മേനെയും അച്ഛനെയും കണ്ടുമുട്ടാൻ വേണ്ടിയിട്ട്. ഹെൽപ്പിംഗ് ഹാൻഡ് എന്നുള്ളതാണ് ഈ ഒരു സെക്ഷൻ്റെ പേര്. സഹായഹസ്തം അല്ലെങ്കിൽ സഹായത്തിൻ്റെ കൈകൾ വന്നു എന്നുള്ളതാണ്. അവനെ സഹായിക്കാൻ വേണ്ടി ഏതോ ഒരു കൈകൾ വന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. എ മാൻ ഇൻ ദ ക്രൗഡ് ഹേർഡ് ഹിസ് ക്രൈ. എ മാൻ ഇൻ ദ ക്രൗഡ്, ആ ഒരു ജനക്കൂട്ടം, ക്രൗഡ് എന്ന് പറഞ്ഞാൽ ജനക്കൂട്ടം, ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്ന് ഒരു മനുഷ്യൻ എന്ത് ചെയ്തു, ഹേർഡ് ഹിസ് ക്രൈ, ഇവൻ്റെ ഈ ഒരു കുട്ടിയുടെ കരച്ചിൽ കേട്ടു. ഹി ലിഫ്റ്റഡ് ഹിം അപ്പ് ഇൻ ഹിസ് ആംസ്. അവൻ എന്ത് ചെയ്തു, ഹി ലിഫ്റ്റഡ് ഹിം, അദ്ദേഹം അവനെ എന്ത് ചെയ്തു, എടുത്തു. അപ്പ് ഇൻ ഹിസ് ആംസ്, അദ്ദേഹത്തിൻ്റെ കൈകളിൽ അവനിങ്ങനെ പൊക്കിയെടുത്തു. ഹൗ ഡിഡ് യു ഗെറ്റ് ഹിയർ ചൈൽഡ്, നീ എങ്ങനെ ഇവിടെ എത്തി കുട്ടി എന്ന് അവനോട് ചോദിക്കുകയാണ്. ഹൂസ് ചൈൽഡ് ആർ യു, നീ ആരുടെ കുട്ടിയാണ്. ദ മാൻ ആസ്ക്ഡ്, ആ ഒരു മനുഷ്യൻ ഇവനോട് ചോദിക്കുകയാണ്, ആ ഒരു ആള് ഇവനോട് ചോദിച്ചു. ദ ചൈൽഡ് വെപ്റ്റ് ബിറ്റർലി. വെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കരഞ്ഞു, വളരെ കഠിനമായിട്ട്, വളരെ ദുഃഖത്തോടു കൂടി അവൻ ഭയങ്കരമായിട്ട് കരയാണ്. ഐ വാണ്ട് ടു സീ മൈ മദർ, എനിക്ക് എൻ്റെ അമ്മേനെ കാണണം. ഐ വാണ്ട് ടു സീ മൈ ഫാദർ, എനിക്ക് എൻ്റെ അച്ഛനെയും കാണണം. ദ മാൻ ടുക്ക് ഹിം ടു ദ മെറി ഗോ റൗണ്ട് ടു സൂത്ത് ഹിം. അപ്പോൾ ഈ ഒരു ആള് ഇവൻ എന്ത് ചെയ്തു, ടുക്ക് ഹിം ടു ദ മെറി ഗോ റൗണ്ട്, മെറി ഗോ റൗണ്ടിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. മെറി ഗോ റൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പിന്നെ എന്താണ് ഈ കാർണിവലിലും അതേപോലെയൊക്കെ നമ്മളിപ്പോൾ ജൈൻറ്റ് വീലിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അതുപോലെ റൈഡ് പോകാൻ പറ്റിയ റൗണ്ടിലുള്ളൊരു സംഭവമാണ്. അതിൽ ചിലപ്പം ഒരുപാട് കുതിരകളായിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ കാറോ ബൈക്കോ അങ്ങനെ ഇരിക്കാൻ പറ്റിയൊരു സെറ്റപ്പ് ഉണ്ടാവും. അത് ഇരുന്നിട്ട് റൗണ്ടിൽ ഇങ്ങനെ റൈഡ് പോവുകയാണ് ചെയ്യുക. അതിനാണ് മെറി ഗോ റൗണ്ട് എന്ന് പറയാം. നമുക്ക് കാർണിവലിലൊക്കെ പോയാൽ കാണാം. അപ്പോൾ ഈ മെറി ഗോ റൗണ്ടിൻ്റെ അടുത്തേക്ക് ഇവനെ കൊണ്ടുപോയി. എന്തിനാണ്, ടു സൂത്ത് ഹിം, അവനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി. സൂത്ത് എന്ന് പറഞ്ഞാൽ ആശ്വസിപ്പിക്കുക. വുഡ് യു ലൈക്ക് ടു ഗോ ഫോർ എ റൈഡ്, നിനക്ക് ഒരു റൈഡ് പോവാൻ താല്പര്യമുണ്ടോ. ഹി ആസ്ക്ഡ് ജെന്റ്ലി, അദ്ദേഹം ഇങ്ങനെ അവനോട് മൃദുവായിട്ട് ചോദിച്ചു. ദ ചൈൽഡ് സോബ്ഡ് മോർ ബിറ്റർലി, അവൻ വീണ്ടും എന്താണ് വിതുമ്പി കരയാൻ തുടങ്ങി, കൂടുതലായിട്ട് സങ്കടം കൊണ്ട് കരയാൻ തുടങ്ങി. ഐ വാണ്ട് മൈ മദർ, ഐ വാണ്ട് മൈ ഫാദർ, എനിക്ക് എൻ്റെ അമ്മയെ വേണം, എനിക്ക് എൻ്റെ അച്ഛനെ വേണം. ദ മാൻ ടുക്ക് ഹിം നിയർ ദ ബലൂൺ മാൻ. അപ്പോൾ എന്താണ്, ആ ഒരു ആള് അവനെ ഈ ഒരു ബലൂൺ വിൽക്കുന്ന ആളുടെ അടുത്തേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ നമ്മൾ മുൻപ് കണ്ടു ഇവൻ എന്താണ് ജൈൻറ്റ് വീലിൽ കയറണം എന്ന് അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ അച്ഛനും അമ്മയും കയറ്റിയില്ല. ആ ഒരു സമയത്ത് അവൻ അതിൽ കയറണം എന്നുള്ളതായിരുന്നു ആഗ്രഹം. ഇപ്പോൾ അവൻ്റെ അച്ഛനെയും അമ്മനെയും അവന് കാണുന്നില്ല, അപ്പോൾ അവരെ കാണണം. അപ്പോൾ ഇപ്പം അവൻ എന്താണ് പ്രധാനം, അവൻ്റെ അച്ഛനും അമ്മയുമാണ്. അവൻ അതിൽ കയറുക, ആ ഒരു റൈഡിൽ കയറാനുള്ള മൂഡൊന്നുമല്ല. അവൻ്റെ അച്ഛനെയും അമ്മേനെയും അവനെ കാണാണ്ടായി. അപ്പം എന്താണ്, അവരുടെ അടുത്ത് എങ്ങനെയെങ്കിലും ഒന്ന് എത്തണം, അവൻ്റെ പ്രിയപ്പെട്ട അവൻ്റെ അച്ഛനെയും അമ്മേനെയും അവന് കാണണം എന്നുള്ളതാണ് അവൻ്റെ ഇപ്പോഴത്തെ ആഗ്രഹം. അപ്പോൾ എന്താണ്, ഈ കുട്ടീനെ ആ ഒരു ബലൂൺ വിൽക്കുന്ന ആളുടെ അടുത്തേക്ക് അദ്ദേഹം കൊണ്ടുപോവാണ്. വുഡ് യു ലൈക്ക് ദ റെയിൻബോ കളേർഡ് ബലൂൺ, നിനക്ക് എന്താണ് റെയിൻബോ കളേർഡ് ബലൂൺ ഇഷ്ടമാണോ. അതായത് റെയിൻബോ എന്ന് പറഞ്ഞാൽ എന്താണ്, മഴവില്ല് അല്ലേ, മഴവില്ലിൻ്റെ 7 വർണ്ണങ്ങളുള്ള റെയിൻബോ കളേർഡ് ബലൂൺ നിനക്ക് ഇഷ്ടമാണോ. ഹി ആസ്ക്ഡ്, അദ്ദേഹം ഈ ഒരു കുട്ടീനോട് ചോദിച്ചു. ദ ചൈൽഡ് ടേൺ ഹിസ് ഐസ് ഫ്രം ദ ഫ്ലൈയിങ് ബലൂൺസ് ആൻഡ് കണ്ടിന്യൂഡ് സോബിങ്. അപ്പോൾ ഈ ചൈൽഡ് എന്താ ചെയ്തത്, ടേൺ ഹിസ് ഐസ് ഫ്രം ദ ഫ്ലൈയിങ് ബലൂൺസ്, അവൻ്റെ കണ്ണുകൾ എന്താണ് പറന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു ബലൂൺ അവിടെ കെട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതിങ്ങനെ പറക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു ബലൂണിൻ്റെ അടുത്ത് നിന്ന് അവൻ്റെ കണ്ണുകൾ അവൻ തിരിച്ചു. ആൻഡ് കണ്ടിന്യൂഡ് സോബിങ്, അവൻ പിന്നെയും എന്താണ് തേങ്ങി കരയാണ്. ഐ വാണ്ട് മൈ മദർ, ഐ വാണ്ട് മൈ ഫാദർ, എനിക്ക് എൻ്റെ അമ്മേനെ വേണം, എനിക്ക് എൻ്റെ അച്ഛനെ വേണം. ഇപ്പം അവൻ എന്താണ് പ്രധാനം, അവൻ്റെ അച്ഛനെയും അമ്മേനെയും കാണുക എന്നുള്ളതാണ്. ദ മാൻ ടുക്ക് ഹിം ടു ദ ഫ്ലവർ സെല്ലർ. അപ്പം ഈ ആളെന്ത് ചെയ്തു, ഇവനെ ഫ്ലവർ സെല്ലറിൻ്റെ അടുത്ത്, പൂ വിൽക്കുന്ന ആളുടെ അടുത്തേക്ക് കൊണ്ടുപോയി. ലുക്ക് ചൈൽഡ്, സ്മെൽ ദോസ് നൈസ് ഫ്ലവേഴ്സ്. അപ്പം നോക്കൂ കുട്ടി, എന്നിട്ട് എന്ത് ചെയ്യൂ, സ്മെൽ ദോസ് നൈസ് ഫ്ലവേഴ്സ്, ആ നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സിനെ ഒന്ന് മണത്ത് നോക്കൂ, നല്ല സുഗന്ധമാണ് അതിനുള്ളത് എന്ന് പറയാണ്. വുഡ് യു ലൈക്ക് എ ജാസ്മിൻ ഗാർലൻഡ്, നിനക്ക്
എന്താണ് ജാസ്മിൻ ഗാർലൻഡ്, മുല്ലപ്പൂമാല അല്ലേ, അത് ഇഷ്ടമാണോ, ഞാൻ വാങ്ങിത്തരട്ടെ എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. ഈ കുട്ടീനെ ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇതൊക്കെ ചെയ്യുന്നത്. ദ ചൈൽഡ് ടേൺ ഹിസ് ഫേസ് ആൻഡ് കണ്ടിന്യൂഡ് ക്രൈയിങ്. അപ്പം ഈ ചൈൽഡ് എന്ത് ചെയ്യാണ്, അവൻ്റെ ഫേസ്, അവൻ്റെ മുഖം അവിടുന്നും തിരിക്കുകയാണ്. ആൻഡ് കണ്ടിന്യൂഡ് ക്രൈയിങ്, അവൻ വീണ്ടും കരയാൻ തുടങ്ങുകയാണ്. ഐ വാണ്ട് മൈ മദർ ആൻഡ് ഐ വോണ്ട് മൈ ഫാദർ. എനിക്ക് എന്താണ്, എൻ്റെ അമ്മേനെയും അച്ഛനെയും ആണ് വേണ്ടത്, എനിക്ക് വേറെ ഒന്നും വേണ്ട എന്നുള്ള ഒരു കണ്ടീഷനിലെത്തി കുട്ടി. ദ മാൻ ടുക്ക് ഹം ടു ദ സ്വീറ്റ് ഷോപ്പ്. അപ്പോൾ ഈ ആൾ എന്ത് ചെയ്തു, ഇവനെ ആ ഒരു സ്വീറ്റ് ഷോപ്പിലേക്ക് കൊണ്ടുപോയി. അവിടെ എന്താണ്, നമ്മൾ നേരത്തെ കണ്ടു അല്ലേ, എന്തൊക്കെയുണ്ട്, ഗുലാബ് ജാമുൻ ഉണ്ട്, രസഗുള ഉണ്ട്, ബർഫി ഉണ്ട്, ലഡു ഉണ്ട്, ഇവൻ്റെ ഫേവറേറ്റ് സ്വീറ്റ് ആയിട്ടുള്ള ലഡു എല്ലാം അവിടെ ഉണ്ടല്ലേ. എന്നിട്ട് എന്താ സംഭവിച്ചത്, വാട്ട് സ്വീറ്റ്സ് വുഡ് യു ലൈക്ക് ചൈൽഡ്, നിനക്ക് ഏത് സ്വീറ്റാണ് ഇഷ്ടം, ഏത് പലഹാരമാണ് ഇഷ്ടം എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. ഹി ആസ്ക്ഡ്, അദ്ദേഹം ചോദിച്ചു. ദ ചൈൽഡ് ടേൺ ഹിസ് ഫേസ് അവേ ഫ്രം ദ സ്വീറ്റ്സ് ഷോപ്പ് ആൻഡ് സോബ്ഡ്. പക്ഷേ ഇപ്പോഴും കുട്ടി എന്താ ചെയ്തത്, ദ ചൈൽഡ് ടേൺ ഹിസ് ഫേസ്, അവൻ്റെ മുഖം ആ ഒരു സ്വീറ്റ്സ് ഷോപ്പിൻ്റെ അടുത്തുനിന്ന് തിരിക്കുകയാണ്. അവേ ഫ്രം ദ സ്വീറ്റ്സ്, ആ സ്വീറ്റ്സ്, ആ മധുര പലഹാരത്തിൻ്റെ അതിലേക്കൊന്നും നോട്ടം പോയില്ല, അവൻ അവിടെ നിന്നൊക്കെ കണ്ണെടുത്തു. എന്നിട്ട് എന്ത് ചെയ്യാണ്, സോബ്ഡ്, വീണ്ടും അവൻ ഇങ്ങനെ തേങ്ങി കരയാണ്. ഐ വോണ്ട് മൈ മദർ, ഐ വോണ്ട് മൈ ഫാദർ, എനിക്ക് എൻ്റെ അമ്മയെ വേണം, എനിക്ക് എൻ്റെ അച്ഛനെ വേണം. ഇപ്പം എന്താണ്, അവന് എന്താണ് പ്രധാനം, അച്ഛനെയും അമ്മേനെയും കാണുക എന്നുള്ളതാണല്ലേ. ഇതിനു മുൻപ് ഈ ഒരു സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്താണ്, ആ കുട്ടിക്ക് എന്താണ്, സ്വീറ്റ് ഷോപ്പിൽ നിന്ന് ലഡു വേണമായിരുന്നു, ജൈൻറ്റ് വീലിൽ കയറണമായിരുന്നു, ബലൂൺസ് വേണമായിരുന്നു, അങ്ങനെ ഒരുപാട് ഇവന് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും പാരൻസ് സാധിച്ചു കൊടുത്തില്ല. അതിനുള്ള ഒരു നീരസത്തിലാണ് ഇവരുടെ കൂടെ അങ്ങനെ നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോഴെന്താണ്, ഈ സാധനങ്ങളൊക്കെ, ഈ സ്വീറ്റ്സും ബലൂണും അതേപോലെ എന്താണ് റൈഡിലും ഒക്കെ അവന് കയറാൻ അവസരം ഉണ്ടായി. അവന് ഇങ്ങനത്തെ എന്താണ് ആ ജാസ്മിൻ ഗാർലൻഡ് വാങ്ങിക്കൊടുക്കാന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. പക്ഷെ ഇപ്പം അവൻ എന്താണ്, ഇതൊന്നും അവന് വേണ്ട. അവനെന്താണ് വേണ്ടത്, അവൻ്റെ അച്ഛനെയും അമ്മേനെയും, അവൻ്റെ പ്രിയപ്പെട്ട അച്ഛനെയും അമ്മേനെയും കണ്ടാൽ മതി, അവരുടെ അടുത്ത് എത്തിയാൽ മതി. എന്താണ്, ഈ പാരൻസ് ഇവൻ്റെ കൂടെയുള്ള സമയത്ത് ഇവനെ ഒരുപാട് കാര്യങ്ങൾ അത് വേണം ഇത് വേണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അതിൽ കയറണം, റൈഡിൽ കയറണം, അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ പാരൻസ് എന്താണ്, അതൊന്നും സാധിച്ചു കൊടുത്തില്ല. അതിനൊരു റീസൺ ഉണ്ടാവും, കാരണം ഉണ്ടാവും. എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക്, അതായത് പാരൻസ്, മാതാപിതാക്കൾ മക്കൾക്ക് നല്ലത് വരുന്ന കാര്യങ്ങളെ ചെയ്യുള്ളൂ അല്ലേ. അപ്പോൾ ഈ എന്താണ്, അപ്പം റൈഡിലൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല, ആക്സിഡൻ്റ് ഒക്കെ സംഭവിച്ചേക്കാം അല്ലേ. അപ്പം എന്തെങ്കിലും തൻ്റെ കുട്ടിക്കൊന്നും വരരുതെന്ന് ഏത് കാലത്തും എല്ലാ പാരൻസും ആഗ്രഹിക്കുള്ളൂ. അതുപോലെ എന്താണ്, പിന്നെ ഈ ഓരോ സാധനങ്ങളൊക്കെ, സ്വീറ്റ്സും അത് ഇതൊക്കെ ഇങ്ങനെ വഴിയിൽ നിന്ന് കാണുന്നത് നമ്മൾ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ അത് നമ്മളുടെ ശരീരത്തിന് നല്ലതാവണമെന്നില്ല. സോ അതുകൊണ്ടായിരിക്കാം, നമുക്ക് നല്ല ആഹാരം തരണം എന്നുള്ളത് കൊണ്ടായിരിക്കാം പാരൻസ് ഈ ഒരു കുട്ടിക്ക് അത് വാങ്ങിച്ചൊന്നും കൊടുക്കാതിരുന്നത് അല്ലേ. അത് ഈ കുട്ടി ചെറുതായതുകൊണ്ട് അവനത് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടായിട്ടില്ല. സോ അതുകൊണ്ടാണ് അവനൊപ്പം ദേഷ്യം വന്നത്. പക്ഷേ ഇപ്പം അവൻ എന്താണ്, അവൻ മനസ്സിലാക്കണം, അവൻ്റെ അച്ഛനും അമ്മയും, അവൻ തനിച്ചാവുന്ന സമയത്ത് അവന് മനസ്സിലായി എന്താണ്, അച്ഛനും അമ്മയും ഉള്ളതാണ് അവന് പ്രൊട്ടക്ഷൻ. അവരവന് നല്ലതേ ചെയ്യുള്ളൂ. അവൻ തനിച്ചാവുന്ന സമയത്ത് എന്താണ്, അവൻ പാനിക് ആയില്ലേ, അവന് ഗൈഡൻസ് ഒന്നും കിട്ടാതായി, എങ്ങോട്ട് പോകണമെന്ന് പോലും അറിയാത്തൊരവസ്ഥയായി. സോ അതാണ് ഈ ഒരു സ്റ്റോറി പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. See you with another video. Thanks for watching.